ഇന്ന് ഓരോ ഓൺട്രപ്രണേഴ്സും അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് എംപ്ലോയി ഹയറിംഗ്. ഒരു എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമൂൽ എന്ന കമ്പനി എങ്ങനെയാണ് ഒരു എംപ്ലോയി ഹയർ ചെയ്യുന്നത്? ഒരിക്കൽ അമൂലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ RS സോദി ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹം ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു. ആ ക്യാമ്പസ് ഇൻ്റർവ്യൂ അന്ന് കണ്ടക്ട് ചെയ്യാൻ വന്നത് അമൂലിൻ്റെ തന്നെ ഫൗണ്ടറായ ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു. വർഗീസ് കുര്യൻ അവിടുത്തെ ചെയർമാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചെയർമാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി വർഗീസ് കുര്യനോട് ചോദിച്ചു, നിങ്ങളൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? വർഗീസ് കുര്യൻ പറഞ്ഞു, ഞങ്ങൾ 3 കാര്യങ്ങളാണ് ഒരു എംപ്ലോയി ഹയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇൻറ്റഗ്രിറ്റിയാണ്. അപ്പോൾ ചെയർമാൻ ചോദിച്ചു, രണ്ടാമത്തെ കാര്യവും ഇൻറ്റഗ്രിറ്റി തന്നെ. മൂന്നാമത്തെ കാര്യവും ഇൻറ്റഗ്രിറ്റി തന്നെയാണ്. ഒരു കാൻഡിഡേറ്റിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇൻറ്റഗ്രിറ്റി മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇൻറ്റഗ്രിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരാൾ ചിന്തിക്കുന്നതും ഒരാൾ പറയുന്നതും ഒരാൾ ചെയ്യുന്നതും അലൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുക. നിങ്ങൾ ഹയർ ചെയ്യുന്ന എംപ്ലോയി ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരു കാര്യം തന്നെയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഏറ്റവും മികച്ച എംപ്ലോയി. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ അമൂലിൻ്റെ MD RS സോദി. RS സോദി ഇന്ന് 38 വർഷം പിന്നിടുകയാണ് അമൂൽ എന്ന കമ്പനിയിൽ.